അന്ന് കരഞ്ഞ മുഹൂർത്തമുണ്ട് കൽബ് സിനിമ ഇറങ്ങിയപ്പോൾ ആള് തിയേറ്ററിൽ വരാതെ. അതെ. ഇപ്പം അതിനപ്പുറത്ത് സന്തോഷം. അതെ. OTT വന്നപ്പോൾ വലിയ സംസാരം. അതെ. എന്ത് തോന്നുന്നു ഇന്ന സമയം? ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. നമ്മളുടെ ഒരു എഫേർട്ടിനെ ആളുകൾ അംഗീകരിച്ചതിന്, അല്ലെങ്കിൽ അതിന് റൈറ്റ് ഓഡിയൻസ് ആ സിനിമ കണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിന്, ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതിന്. അപ്പം ഇത് കണ്ട് ഇപ്പോൾ ഈ റീലായിട്ടും ഷോർട്സായിട്ടും ഈ സിനിമയിൽ ഓരോ സീക്വൻസുകൾ അഭിനയിച്ചും, ഇല്ലെങ്കിൽ കുട്ടികൾ പാട്ട് പാടിയും, ഈ സിനിമ കണ്ട് കരയുന്ന വീഡിയോ ഇട്ടും ഇങ്ങനൊരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി. അന്ന് എന്ത് സംഭവിച്ചു സാജൻ? ഞാൻ ആ സിനിമ കണ്ട് ഞാൻ കരഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ അന്നൊരു റിവ്യൂ പറഞ്ഞിരുന്നു. എനിക്ക് കണ്ണ് നിറഞ്ഞ റിവ്യൂ ആയിരുന്നു. എനിക്ക് അവസാന സീനൊന്നും എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നന്നായിട്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ ഞാൻ അന്ന് റിവ്യൂ ചെയ്തപ്പോൾ എനിക്കെതിരെയും കുറേ ആളുകൾ ഇതെന്തൊരു സിനിമയാണെന്നൊക്കെ ചോദിച്ചവരുണ്ട്. അവരിപ്പോൾ കണ്ടുനോക്കിയാൽ എനിക്ക് നേരെ അനുകൂലമായിട്ട് വരും തരാം. പക്ഷെ അന്ന് എന്ത് സംഭവിച്ചു? അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരുപാട് ആളുകൾ പറയുന്നത് ഇത് റിവ്യൂസ് നശിപ്പിച്ച സിനിമയാണ്. ഒരിക്കലും ഇത് റിവ്യൂസ് നശിപ്പിച്ച സിനിമയൊന്നുമല്ല. ഒരു റൂമിലിരുന്ന് ഒരാൾ അയാളുടെ എന്തെങ്കിലും വെടുവായത്തരം പറഞ്ഞെന്നും പറഞ്ഞ് സിനിമയല്ല ഒരു കലയും ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ അന്ന് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺലൈനിൽ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ വന്നപ്പോൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഇതുപോലെ സിനിമ കണ്ട പ്രേക്ഷകർ ഉണ്ടായിരുന്നെങ്കിൽ ഖൽബിൻ്റെ അന്നത്തെ ഈ പറയുന്ന ഒരു പരാജയം ഒരിക്കലും പരാജയം ആവില്ലായിരുന്നു. അന്ന് അതിന് ഓപ്പോസിറ്റ് ഞാൻ വിചാരിച്ചിരുന്ന, ഈ സിനിമ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന പ്രേക്ഷകർക്ക് ഈ സിനിമ ഉള്ള ഷോ കൗണ്ടുകളില്ലായിരുന്നു. മനസ്സിലായില്ലേ? അന്ന് ഞാൻ പല ഇൻ്റർവ്യൂവിൽ നേരത്തെ പറഞ്ഞതാണ്. അപ്പം വേറൊന്നുമല്ല, ഇപ്പം ഞങ്ങൾ ആ സിനിമ വിജയ് ബാബു ഈ സിനിമ റിലീസിങ് പ്ലാൻ ചെയ്യുമ്പോൾ, കഴിഞ്ഞ ജനുവരി 12 റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് മമ്മൂക്കായും ജയറാമേട്ടുള്ള ഓസ്ലർ എന്ന സിനിമയാണ്. അപ്പം വിജയ് പറഞ്ഞ ഒരു 2 പടങ്ങൾ, ഒരു വലിയൊരു പടം ഓപ്പോസിറ്റുള്ള നല്ലതാണ് ഇങ്ങനെ ഒരു ചെറിയ സിനിമയ്ക്ക്. കാര്യം അതൊരു ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നൊരു സമയമായി മാറും എന്ന് പറഞ്ഞു. ഞാനും അത് അംഗീകരിച്ചു. ശരിയാണ്, കറക്റ്റാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ പോയിന്റ് ഓഫ് വ്യൂ എല്ലാം ചെയ്തു. ആ സമയത്താണ് റിലീസിൻ്റെ അടുത്താണ് ഞങ്ങൾ അറിയുന്നത് അന്ന് 5ഓളം അന്യഭാഷ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലർ, ശിവകാർത്തികേൻ്റെ ഒരു സിനിമ, ഈ വിജയ് സേതുപതിയുടെ ഹാപ്പി ക്രിസ്മസ്, ഒരു ഹനുമാൻ എന്ന് പറഞ്ഞൊരു കന്നഡ സിനിമ, പിന്നെ 2-3 ഇംഗ്ലീഷ് സിനിമകൾ. അപ്പം ഒരു സാധാരണ 100 രൂപ മുടക്കുന്ന പ്രേക്ഷകന് അവൻ്റെ 8ാമത്തെയോ 9ാമത്തെയോ ഓപ്ഷനാണ് ഖൽബ്. അപ്പം ആ ഖൽബിന് പോലും രാവിലത്തെ 10 മണിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഷോ കൗണ്ട് ഉള്ളത്. ഈ രാവിലെ 10 മണിക്ക് രഞ്ജിത് സഞ്ജീവിൻ്റെ ഇല്ലെങ്കിൽ നെഹ നസിൻ്റെ പുതിയ 2 പുതുമുഖങ്ങളുടെ എന്നെ പോലത്തെ ഒരു ഡയറക്ടർ സിനിമയ്ക്ക് ആര് വരാനാണ്? ആ വന്നാൽ തന്നെ ആ ഷോ കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഷോയും ഫസ്റ്റ് ഷോസും കിട്ടാതിരിക്കുകയാണ്. കാര്യം അതൊക്കെ ഈ മെയിൻ തമിഴ് അന്യഭാഷ സിനിമകൾ കവർ ചെയ്യുകയാണ്. കാര്യം തിയേറ്ററിൽ നോക്കുമ്പോൾ പെട്ടെന്ന് തിയേറ്റർ ഫില്ലാകുന്ന ഷോസ് അവരുടേതാണ്. അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മെയിൻ സെൻറ്റേഴ്സിലൊന്നും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കളിക്കുന്നില്ല. അല്ലാത്ത ഔട്ട്സൈഡ്സിലുള്ള ഷോസേ കളിക്കുന്നില്ല. അപ്പം ഈ പറഞ്ഞ അതിൻ്റെ കൂടെ ഈ പറയുന്ന ആളുകളുടെ റിവ്യൂടെ വന്നതോടെ അതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഒരു വിഭാഗം ഇല്ലാണ്ടായി. അലിബായ്, നിങ്ങൾ ആലോചിക്കുക, പണ്ട് നമ്മുടെ സിനിമകളുടെ ഹിറ്റായിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഇവിടെ അനിയത്തിപ്രാവ് അല്ലെങ്കിൽ ഗോഡ് ഫാദർ എന്ന സിനിമയ്ക്ക് ആദ്യത്തെ ഒരാഴ്ചകളിൽ ആളുകളിലെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം കണ്ട 10 പേര് 20 പേരായി, 30 പേരായി, 100ആയി. കേരളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളായി അത് മാറി. എന്നാൽ ഖൽബിന് അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഒരു ബ്രീത്തിങ് സ്പേസ് ആ സിനിമയ്ക്ക് കിട്ടി. ഖൽബിന് ആ സ്പേസ് കിട്ടിയില്ല. ഖൽബിന് ഈ പറഞ്ഞ അന്യഭാഷ സിനിമകളുടെ ഒരു പുഷാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അങ്ങനെ വിശ്വസിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ തിയേറ്റർ ഉടമകൾ തിയേറ്റർ ഉടമകൾ നമുക്ക് ഷോ കറക്റ്റ് കിട്ടുന്നു. എന്തുകൊണ്ട് തിയേറ്റർ ഉടമകൾക്ക് അല്ലെങ്കിൽ തിയേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് ഈ സിനിമയുടെ ഒരു സെൻസ് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സിനിമ നല്ലതാണ്. പല തിയേറ്ററുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖൽബിനെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുക്കത്തൊരു തിയേറ്റർ, അവർ 5 ഷോക്ക് സിനിമയ്ക്ക് കിട്ടുന്നിട്ടുണ്ട്. അവിടുന്ന് അവരായിട്ട് തന്നെ അവരുടെ CCTV വീഡിയോസും ഫോട്ടോസും ഞങ്ങൾക്ക് അയച്ചു തരും. ആൾക്കാർ ക്രൗഡായി നിൽക്കുന്നത്, അവരുടെ പുറത്ത് വണ്ടികൾ വന്ന് അറിയുന്ന അയച്ചിട്ടുണ്ട്. സജിത് ആ തിയേറ്റർ ഓണേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ തിയേറ്റർ മാനേജേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്. സജിത്, ഈ സിനിമ നല്ല സിനിമയാണ്, ഇവിടെ ഭയങ്കര പുഷുണ്ട്, ഉറപ്പായിട്ട് ഇത് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പക്ഷേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത തിയേറ്റേഴ്സും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം അലിബായ് ആലോചിക്കുക, റിവ്യൂയുടെ ബേസിലാണ് ഇവിടെ സിനിമ ഹിറ്റാകുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ അടിക്കേണ്ടത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പല്ലുട്ടി എന്ന സിനിമയാണ് അല്ലേ? ഇവിടെയുള്ള എല്ലാ റിവ്യൂവേഴ്സും ആ സിനിമയെ വാനോളം പുകഴ്ത്തി അല്ലേ? എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴോ ആ സിനിമയ്ക്കുള്ള ഫണ്ട് അറേഞ്ച് ചെയ്തപ്പോഴോ ആ കുട്ടികളെ ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോഴോ ഒന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ടത് അതിനൊരു ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കിട്ടാൻ വേണ്ടിയാണ്. എറണാകുളത്തെ മെയിൻ തിയേറ്റേഴ്സിലെല്ലാം ഒരു സെക്കൻഡ് ഷോ കിട്ടുമോ, ഒരു ഫസ്റ്റ് ഷോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഇവരെയൊക്കെയാണ്. ഇപ്പോൾ ഫിയോക്ക് പോലൊരു സംഘടനയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പ്രസിഡന്റിനെ വിളിക്കുന്നു. അപ്പോൾ അതൊന്ന് സജിതെ, ഇപ്പം ആ സിനിമ ഇപ്പം വരുന്ന ഈ പറയുന്ന സിനിമകൾക്കൊന്നും ആളില്ലെങ്കിൽ കൂടെ 25-30 സീറ്റ് അവർ ബുക്ക് ചെയ്യുകയാണ്.
പൈസ കൊടുത്ത് ബുക്ക് ചെയ്യുക, മുമ്പ് ബുക്ക് ചെയ്യണം, അപ്രണ്ട് ബുക്ക് ചെയ്യണം. അത് പറഞ്ഞാൽ അതിന് ആൾ വരുവാണ്. അതായത് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് പോലത്തെ ഒരു വിഭാഗം ഒരു ടീം ഇപ്പോൾ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഡെയിലി കേരളത്തിലെ 70 തിയേറ്റർ ലിസ്റ്റിൽ ഞങ്ങളുടെ 25 പേര് പോകും. അവർ പോയി അവിടുന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലേക്ക് അയക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് കാണിച്ചു തരാം അങ്ങനത്തെ ഫോട്ടോസ് അയക്കുന്ന. എന്നിട്ട് സിനിമ പിടിച്ചു നിർത്തുവാണ്. അപ്പം ഈ പറയുന്ന ഒരു ഇപ്പം ഏറ്റവും വലിയ സംഭവം, ഇപ്പോൾ വിജയ് ബാബുവിനെ പോലൊരാൾ, ഏറ്റവും കൂടുതൽ പുതിയ സിനിമ ഡയറക്ടേഴ്സിനെ ആക്ടേഴ്സിനെ സിനിമയിൽ കൊണ്ടുവന്ന ഒരാൾ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ചെയ്യുമോ? ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെ ചെയ്യും? അവർക്കുള്ള ധൈര്യമല്ലേ പോകുന്നത്? ഇത്രയും ഒരിക്കലും കൽബ് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഒരു പുതിമുഖങ്ങൾ പോലെ ഒരു ദിവസം ഒരു ചെറിയ ലൊക്കേഷൻ ചെയ്ത സിനിമയല്ല. ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ട എല്ലാ സെറ്റപ്പുകളും ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആർട്ട്, മ്യൂസിക്, ലൊക്കേഷൻസ്, എല്ലാ സൈഡിലും ആ വലിപ്പമുണ്ട്. അത് ശരിക്കും ഒരു തിയേറ്ററിൽ ഡിസൈൻ ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ ആളുകൾ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച സിനിമയാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയ്ക്ക് സംഭവിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഈ റിവ്യൂ പറയുന്ന ഒരാൾ, ഇല്ലെങ്കിൽ ഇതിനെ മോശം പറയുന്ന ഒരാൾ, ഇല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ഡിഗ്രേഡ് ചെയ്യുന്ന ഒരാൾ, അവരുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരാളുടെ ചാൻസാണ് അവരായിട്ട് ഇല്ലാണ്ടാക്കുന്നത്. അഭിനയിക്കാനോ ഡയറക്റ്റ് ചെയ്യാനോ ക്യാമറ സിനിമയിൽ ഏതെങ്കിലും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇങ്ങനത്തെ ബാനേഴ്സുകളൊക്കെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു രഞ്ജിത് സഞ്ജീവ് ഉണ്ടാവും, എങ്ങനെ ഒരു നെസ്ലിൻ ഉണ്ടാവും, എങ്ങനെ കൽബെന്ന് പോലത്തെ ഒരു സിനിമ ഉണ്ടാവും? ഇനി ആലോചിച്ച് നോക്കുക, ഈ ഇൻഡസ്ട്രി എങ്ങനെ വളർന്നു. മലയാളം ഇൻഡസ്ട്രി ഒരിക്കലും ഇവിടുത്തെ 100 കോടി 1000 കോടി സിനിമകളിലൂടെ വളർന്നല്ലോ. ഇതുപോലത്തെ ചെറിയ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് സിനിമകളിലൂടെയാണ് മലയാള സിനിമ വളർന്നത്, അല്ലേ? നമ്മുടെ ഇൻഡസ്ട്രി പുറത്ത് ലോക സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ കണ്ടന്റിൻ്റെ ഗ്രോത്ത് നമ്മുടെ ടെക്നീഷ്യൻസിൻ്റെ കഴിവ് കൊണ്ടാണ്. അത് ഇപ്പം ഇപ്പോൾ വരുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം നമ്മൾ അവരുടെ വലിയ മാസീവ് സിനിമകളുടെ കോപ്പി മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൽബ് ഭയങ്കര വലിയ ഡിഫറെൻറ്റ് കഥയാണെന്നോ ഭയങ്കര വലിയ സംഭവം എന്ന് ഞാൻ പറയാം. പക്ഷേ കൽബിൽ ഒരു അറ്റംപ്റ്റ് ഉണ്ട്. കുറച്ച് പുതുമുഖങ്ങൾ വെച്ചിട്ട് നമ്മളൊരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറ്റംപ്റ്റിന് ഇപ്പം OTT കിട്ടുന്ന സ്വീകാര്യത, ആ സ്വീകാര്യത തിയേറ്ററിൽ കിട്ടിയിരുന്നെങ്കിൽ കൽബ് പോലത്തെ എത്ര സിനിമകൾ നടന്നേനെ. ഇതുവരെ കാണാത്ത ഒരു ഫേസിന് വേണ്ടി അലിബായ് കരഞ്ഞെന്ന് പറഞ്ഞു, അതുപോലെ എത്ര ആൾക്കാർ കരഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അതാണ് എൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ നെസ്റ്റിനെ വെച്ചോ ഇല്ലെങ്കിൽ രഞ്ജിത്തിനെ വെച്ചോ ഒരു പുതുമുഖ ഡയറക്ടറിന്, ഒരു പുതുമുഖ റൈറ്ററിന്, പുതിയ ക്യാമറാമാൻ, ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല 100 കോടിയോ 1000 കോടിയോ അല്ല എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഈ കൽബ് തുടക്കം മുതൽ തന്നെ, കൽബ് എന്നൊരു സബ്ജക്റ്റ് തുടക്കം മുതൽ ഞാൻ അതിനകത്ത് ഭാഗമായിട്ടുണ്ട്. എനിക്കറിയാം ആ തുടക്കം മുതൽ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. കൽബ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നടൻ വേറെയായിരുന്നു, ഷൈൻ നിഗമായിരുന്നു. ഒത്തിരി നിങ്ങൾ അതിന്റെ പുറകെ നടന്നു, പാട്ട് റെക്കോർഡ് ചെയ്തു, എനിക്കറിയാം, പാട്ട് റെക്കോർഡ് ചെയ്തു, ഇതെല്ലാം ചെയ്തിട്ട് അതിൽ നിന്നും ഷൈൻ പിന്മാറുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.